നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ടീനേജായിട്ടുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അതായത് 8ാം ക്ലാസ്, 8, 9, 10, +1, +2. അപ്പോൾ നമുക്കറിയാം, ശരിക്കും ടീനേജിൽ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ആൺകുട്ടി വന്നൊരു പെൺകുട്ടിയോട് ഒരു ഇഷ്ടം പറയുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം ചിലപ്പോൾ ആ പെൺകൊച്ച് എന്താ പറയുന്നത്, ഒരു നല്ല കൂട്ടുകാരി ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ എന്തെങ്കിലും വിഷമങ്ങളോ അങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങളിൽ കൂടിയോ അല്ല ഇനി ഒരു പ്രശ്നമില്ലെങ്കിൽ പോലും ആ പ്രായത്തിൽ നമ്മളോടൊരു ബോയ് വന്ന് പറയുക, ഇഷ്ടം പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളും അങ്ങോട്ട് ഇഷ്ടം പറയും. അങ്ങനെ തുടങ്ങുന്ന ഒരു ഇഷ്ടം പിന്നെ നമ്മൾ കേൾക്കുന്നത് ആ പെൺകുഞ്ഞ് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പം ഒരുപാട് കേൾക്കുന്നുണ്ട്, ഒരുപാട് സംഭവങ്ങൾ ആത്മഹത്യ കേൾക്കുന്നു. കാരണം ഓടിച്ചാടി നടക്കുന്ന പെൺകുട്ടികൾ, നല്ല മിടുക്കികളായ പെൺകുട്ടികൾ, നല്ല ഗട്സുള്ള പെൺകുട്ടികൾ, നമ്മൾ പിന്നെ കേൾക്കുന്ന ഒരു ആത്മഹത്യ ചെയ്തു എന്ന്. അപ്പോൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുകയും അത്ര ബോൾഡായിട്ടിരുന്ന ആ കുട്ടി ആത്മഹത്യ ചെയ്തു, എന്താണ് അതിൻ്റെ പിന്നിൽ? ഈ അടുത്തിടെ ഉണ്ടായ ഒരു സംഭവം തന്നെ നമുക്കറിയാമല്ലോ. എന്താണ് അതിൻ്റെ പിന്നിലെന്ന് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് എന്താണ്, പെൺകുഞ്ഞുങ്ങളെ എല്ലാം പ്രേമം നടിച്ച് കൊണ്ടുപോയി കാര്യസാധ്യം. അതാണ് ഇപ്പോഴത്തെ മെയിൻ അജണ്ട. നമ്മുടെ പെൺകുഞ്ഞുങ്ങളൊന്നും മനസ്സിലാക്കണം, റിയലായിട്ടുള്ളൊരു സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിൽ തൊടാൻ അനുവദിക്കില്ല. തൊട്ടുള്ളൊരു സ്നേഹം ആർക്കും വേണ്ട, ആർക്കും കൊടുക്കുകയും ചെയ്യില്ല. സ്നേഹിക്കുന്നതിന് കുഴപ്പമില്ല, അല്ലെ ഫ്രണ്ട്സ് ആവാം. പക്ഷേ നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് പറഞ്ഞു തരത്തില്ലേ, നമ്മുടെ ശരീരത്തിൽ ടച്ച് ചെയ്യാതെയുള്ള അങ്ങനെയുള്ളൊരു സ്നേഹം, അത് മതി. അപ്പം അതിനപ്പുറത്തേക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നമ്മൾ ഇവർക്ക് കൊടുക്കുമ്പം നമ്മളെ ഇഷ്ടപ്പെടുന്നവരല്ലേ, ആദ്യം അവരൊരു ഉമ്മ ചോദിക്കും. അപ്പോൾ നമ്മളത് കൊടുക്കത്തില്ല. ആദ്യത്തെ ദിവസമൊന്നും നമ്മൾ കൊടുക്കത്തില്ല. പിന്നെ നമ്മൾ ഓർക്കും, അവനെന്നാ ഓർക്കും, എന്നോട് പിണങ്ങുമായിരിക്കും, എന്നാൽ കൊടുത്തേക്കാം എന്ന് വിചാരിക്കും. രണ്ടാമത് അവൻ വീണ്ടും മറ്റുള്ളതിന് നിർബന്ധിക്കും. അങ്ങനെയാണ് ഒരു പെൺകുട്ടിക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത്, എനിക്ക് പറയാനുള്ളത് ഈ പെൺകുഞ്ഞുങ്ങളോട് മാത്രമാണ്, നമ്മുടെ ടീനേജ് പ്രായക്കാരായ പെൺകുഞ്ഞുങ്ങളോട് മാത്രം പറയാനുള്ള ഒരു കാര്യമാണ്, മക്കളെ, നിങ്ങൾ ഫ്രണ്ട്സായിട്ട് നടന്നോളൂ, അല്ലെങ്കിൽ ഇഷ്ടം ഒക്കെ ആയിക്കോളൂ. പക്ഷേ എന്ത് ഇഷ്ടങ്ങളുണ്ടെങ്കിലും നമ്മുടെ ശരീരവുമായി ബന്ധപ്പെടുത്തി ഒരു ഇഷ്ടത്തിനും നമ്മൾ ആർക്കുമായിട്ടും അങ്ങനെ വരുന്ന ഒരിഷ്ടം നമ്മളങ്ങ് വേണ്ടെന്ന് വെച്ചേക്കുക. അങ്ങനെ ഒരിഷ്ടം നമുക്ക് വേണ്ടെന്ന് വെച്ചേക്കുക. കാരണം അങ്ങനെ നമ്മൾ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഇവർ നമ്മളെ തഴയുമ്പം നമ്മൾ മാനസിക നില തെറ്റിപ്പോകുന്നുണ്ട്. പിന്നെ ഇത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ, ആരോട് പറഞ്ഞാൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ഷൻ എന്താവും, അല്ലെങ്കിൽ വീട്ടിൽ പേരൻസ് അറിയുമോ എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ അലട്ടി അവസാനം ഒരു രക്ഷയുമില്ലാതെ കുഞ്ഞുങ്ങളങ്ങ് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പൊന്നു മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇത് കാണുന്ന ഈ വീഡിയോസ് കാണുന്ന എല്ലാ കൊച്ചുമക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്നേഹിച്ചോളൂ, പ്രേമിച്ചോളൂ, ബോയ് ഫ്രണ്ട് ആയിക്കോളൂ, പക്ഷേ നമ്മുടെ ശരീരം നമുക്ക് മാത്രം.